ഡാക്കിൻ്റെ പ്രോബ്ലത്തിൽ അവർ പറയും എത്ര ബിറ്റ് ഡാക്ക് അല്ലെങ്കിൽ എ ഡി സിയോ ഡി എ സിയുടെ ഒരു പ്രോബ്ലത്തിൽ എത്ര ബിറ്റ് ആയിരിക്കും എന്ന് ആ ഡിവൈസ് എന്ന് പറയും. എന്നിട്ട് അവരുടെ LSB കണ്ടുപിടിക്കാൻ അവർ മാക്സിമം വോൾട്ടേജും തരും, അതായത് 0 to 10 വോൾട്ട് എന്ന് അവർ പറയും. അപ്പോൾ LSB കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ അവർ പറയും സ്റ്റെപ്പിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പറയും. എല്ലാം സെയിം തന്നെ. അപ്പോൾ LSB അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആകുന്ന കേസിൽ മാക്സിമം വോൾട്ടേജ് എത്രയാണ്? 0 to 10 അല്ല, അപ്പം 10 - 0/8 ബിറ്റ് അല്ലേ, 2⁻8 - 1 ഇങ്ങനെ LSB കിട്ടുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും ചെറിയ വോൾട്ടേജ് ചേഞ്ച്. ഇത് തന്നെയാണ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് അവസാനത്തെ ബിറ്റ് 1 ആകുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 അവസാനത്തെ ബിറ്റ് മാത്രം 1 ആയാൽ ഇതായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് സ്ഥിരം ചോദിക്കാം. ഇങ്ങനെ ചിലപ്പം ചോദിക്കാം. ഇനി അവർ പറയുകയെന്നൊരു എക്സാമ്പിൾ, എല്ലാ ബിറ്റും 1 ആകുകയാണെങ്കിൽ എന്തുമായിരിക്കും ഔട്ട്പുട്ട് എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ ബിറ്റും 1 ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെസിമൽ കണ്ടുപിടിക്കാൻ അറിയാം. 1 × 2⁻0, ഈ 1 × 2⁻1, അടുത്ത 1 × 2⁻2, അങ്ങനെ ഇവിടം വരെ നിങ്ങൾ എഴുതും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ LSB മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 2⁻8 - 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇതെല്ലാം 1 ആയതുകൊണ്ട് 10 എന്ന് തന്നെ കിട്ടി. ചില സമയത്ത് അവർ എന്തെങ്കിലും ഒരു വാല്യൂ തരാം, 1 1 0 1 0 0 1 1 ഇങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ തരാം. ഇതാകുവാണെങ്കിൽ ഇതേ × 2⁻0, ഇതേ × 2⁻1, ഇതേ × 2⁻2, 0 × 2⁻3 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ കണ്ടുപിടിക്കണം. ചില സമയത്ത് അവർ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് 4.8 ഒരു ADCയുടെ, അപ്പോൾ ഔട്ട്പുട്ടിൽ ഡിജിറ്റലിൻ്റെ വാല്യൂ എന്തോന്ന് ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യം എന്തോ ചെയ്യണം, ഈ വോൾട്ടേജിനെ നമ്മളുടെ ഏറ്റവും ചെറിയ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ഇതിനെ നിങ്ങൾ ഈ ഡെസിമലിനെ നിങ്ങൾ ബൈനറി അതറിയാം. ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്താക്കാറില്ലേ, റിമൈൻഡർ 0. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതിലേന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം.